നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും അടുത്തറിയാം എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് ജോയ് ആലുക്കാസ് ഗോൾഡ് ടവർ ആണ്, കൊച്ചി. സോ തീർച്ചയായിട്ടും ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നതിന് ഒരു റീസൺ ഉണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഡ്രീം എന്ന് പറയുന്നത് നല്ലൊരു വീടാണല്ലേ. നല്ലൊരു വീട് അടിപൊളിയാവാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള ഇൻറ്റീരിയേഴ്സും നമുക്ക് വേണം. സോ തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അത്തരം ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു ഇൻറ്റീരിയേഴ്സിനെയാണ്. മറ്റാരുമല്ല, തോമാർ ഇൻറ്റീരിയേഴ്സ് കൊച്ചിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് തോമാർ ഇൻറ്റീരിയേഴ്സിൻ്റെ MD കൂടിയായിട്ടുള്ള ജോമോൻ തോമസ് സാറാണ്. സാറിനെ നമുക്ക് പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യാം. നമസ്കാരം സാർ. ഓക്കെ, സോ നമുക്കറിയാം തോമാർ എന്ന് പറയുന്ന ഇൻറ്റീരിയേഴ്സ് ഒട്ടുമിക്ക ഫേമസ് ആയിട്ടുള്ള നമ്മളുടെ മെയിൻ ആൾക്കാരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള മെയിനായിട്ടുള്ള ഇൻറ്റീരിയർ ടീമാണ് കേരളത്തിൽ. മാത്രമല്ല കുറേ കാര്യങ്ങൾ തോമാറിനെ പറ്റി നമുക്ക് അറിയാനുണ്ട്. സോ സാറ് എന്നാണ് നമ്മളുടെ തോമാർ ഇൻറ്റീരിയേഴ്സ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ള ഒരു ജേർണി ഒന്ന് പറയാമോ? ഹായ്, ഞങ്ങൾ 2018 സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ അറൗണ്ട് ഒരു 6-7 ഇയേഴ്സായി ഇൻഡസ്ട്രിയിലുണ്ട്. തോമർ എന്ന് പറയുന്നത് ഒരു ഇൻറ്റീരിയർ ബ്രാൻഡാണ്. ഞങ്ങൾ കൊച്ചിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്, കൊച്ചി കടവന്ത്രയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. നിലവിൽ ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്തും പാലക്കാടുമായിട്ട് ഞങ്ങളുടെ ഷോറൂംസ് ഉണ്ട്. ഞങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് റെസിഡൻഷ്യൽ ഇൻറ്റീരിയർ പ്രൊജക്റ്റുകളാണ്. അതൊരു 10 ബേസിസിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഓൾ കേരളയിൽ ഞങ്ങൾ വർക്കുകൾ ചെയ്യുന്നുണ്ട്. കൂടാതെ കോയമ്പത്തൂരും ബാംഗ്ലൂരും നിലവിൽ ഞങ്ങൾ വർക്കുകൾ ചെയ്തു പോരുന്നു. സോ തീർച്ചയായിട്ടും ഈ ഒരു രംഗത്ത് കോമ്പറ്റീഷൻസ് ഒരുപാടുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും ഒരു സെയിം പ്രൊജക്റ്റ് തന്നെ പല റേറ്റിൽ നമ്മളുടെ ആൾക്കാരൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. സോ എന്താണ് തോമർ ഇൻറ്റീരിയേഴ്സിൻ്റെ പ്രത്യേകത? എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അഷ്വർ ചെയ്യാൻ പറ്റുന്നത്? സോ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എന്ന് പറയുമോ? ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഇൻറ്റീരിയേഴ്സിൻ്റെ പ്രൈസിങ്ങിലല്ല, അതിൻ്റെ ക്വാളിറ്റിയിലും ഫിനിഷിങ്ങിലുമാണ്. നമ്മളെപ്പോൾ ഹൈ ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്യണോ, എപ്പോഴൊക്കെ നമ്മൾ പ്രീമിയം ഫിനിഷ് നമ്മുടെ പ്രൊഡക്റ്റിന് കൊണ്ടുവരണോ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രൈസിങ് അവിടെ ഉണ്ടായിരിക്കും. അതിൽ നമുക്ക് പ്രൈസിങ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി കുറയ്ക്കുക, നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീനറീസ് ലോ ക്വാളിറ്റി മെഷീനറീസ് യൂസ് ചെയ്യുക. ഈ രീതിയിലൊക്കെ ചെയ്യുമ്പോൾ കസ്റ്റമർക്ക് ആയിരിക്കും അതിൻ്റെ ഒരു ആഫ്റ്റർ സൈഡ് എഫക്റ്റ് വരുന്നത്. വൺസ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്ന പ്രൊജക്റ്റുകൾ എങ്ങനെ മെയിൻ്റനൻസ് ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നതിൽ അടിയുറച്ചിട്ടുള്ള ഒരു വർക്കായിരിക്കും തോമർ ഇൻറ്റീരിയേഴ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ, ഫിനിഷിങ് കോംപ്രമൈസ് ചെയ്യാതെയാണ് ഓരോ പ്രൊജക്റ്റുകളും കസ്റ്റമർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അതിലുപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയൽസും വളരെ ബ്രാൻഡഡും ക്വാളിറ്റി ഉള്ളതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രൈസിങ് ഉണ്ടാവും. എന്നിരുന്നാൽ കൂടെയും അത് കസ്റ്റമർക്ക് കയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഹൈ എൻഡ് പ്രൈസിങ്ങിലോട്ട് പോകുന്നില്ല, എന്നാൽ ബിലോ ആവറേജിലും പോകുന്നില്ല. ഒരു മീഡിയം റേഞ്ചിലുള്ള പ്രൈസിങ്ങാണ് ഞങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. സോ നമ്മൾ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് തോമാർ ഇൻറ്റീരിയേഴ്സ് യൂസ് ചെയ്യുന്നത് ആൻഡ് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ? ഞങ്ങൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മെറ്റീരിയൽസ് കസ്റ്റമേഴ്സിന് കൊടുക്കാറുണ്ട്. ഞങ്ങളതിന് 2 രീതിയിലാണ് കാണുന്നത്. ഒന്ന് ബേസ് മെറ്റീരിയൽ, 2 സർഫസ് ഫിനിഷ് മെറ്റീരിയൽസ്. അപ്പോൾ ഇത് രണ്ടും ഞങ്ങൾ ചൂസ് ചെയ്യുന്നത് അതിൻ്റെ ക്വാളിറ്റി തന്നെ നോക്കിയിട്ടാണ്. ക്വാളിറ്റിയും ബ്രാൻഡും അതിൻ്റെ വാറണ്ടിയും നോക്കിയിട്ടാണ് ഞങ്ങൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ബേസ് മെറ്റീരിയൽ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് പ്ലൈവുഡ് ഉണ്ട്, അത് ഇമ്പോർട്ടഡ് പ്ലൈ ഉണ്ട്, ഗർജൻ, ഫുൾ ഗർജൻ അതിൻ്റെ കോറ് വരുന്നതാണ്. ഈ പ്ലൈവുഡിൻ്റെ ഒക്കെ ക്വാളിറ്റി ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്പീഷ്യസ് വുഡ്, അതിൻ്റെ കോറ്, അതിൻ്റെ കാലിബ്രേഷൻ, ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടിട്ടാണ് ഒരു പ്ലൈവുഡിന് നമ്മൾ അത് ഒരു ഹൈ ക്വാളിറ്റി ആണോ എന്ന് വിലയിരുത്തുന്നത്. ഇതിനൊക്കെ വിലയിരുത്തിയിട്ടാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വൺ ഓഫ് ദി പ്രൊഡക്റ്റാണ് ഫുൾ ഗർജൻ പ്ലൈവുഡ്. 2 ഞങ്ങൾക്ക് വെറ്റ് ഏരിയയിൽ പല ഭാഗത്തും ഞങ്ങൾക്ക് ഇൻറ്റീരിയർ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ ഞങ്ങളുടെ ബാത്റൂംസിൽ വാനിറ്റി കൗണ്ടർ വരാറുണ്ട്. അതുപോലെ കിച്ചൺ സിങ്കിൻ്റെ ബോട്ടം യൂണിറ്റ് വാട്ടറുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിട്ടുള്ള ഏരിയയാണ്. പ്ലൈവുഡ് ഞങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാം. എന്നിരുന്നാൽ പോലും ഒരു എക്സ്ട്രാ പ്രിക്വേഷൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ അവിടെ WPC യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയും ഡെൻസിറ്റി കാര്യങ്ങളൊക്കെ ഞങ്ങൾ അനലൈസ് ചെയ്ത് ഹൈ ഡെൻസിറ്റിയിലുള്ള WPC ആണ് ഞങ്ങൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഈ 2 പ്രൊഡക്റ്റുകളാണ് ഞങ്ങൾ ബേസ് മെറ്റീരിയലായിട്ട് കസ്റ്റമേഴ്സിന് എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്. 2 സർഫസ് ഫിനിഷ് മെറ്റീരിയൽസ് പ്രൊഡക്ട്സുകളുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ ലാമിനേറ്റ്സ് ഞങ്ങൾക്ക് അവൈലബിളാണ്. അത് മെറീനോ, ഗ്രീൻ ലാമ്പ് പോലെയുള്ള ലീഡിങ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള വെർജിൻ ആയിട്ടുള്ള ലാമിനേറ്റ്സ് ആണ്. റീസൈക്കിൾ ചെയ്ത് വരാത്ത ലാമിനേറ്റ്സുകളാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ഇത് കൂടാണ്ട് അക്രിലിക്,
അതുപോലെ വെനീർസ്, ലാക്വേർഡ് ഗ്ലാസ്, PU പെയിൻറ്റ്, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റുകൾ ഞങ്ങൾ സർഫസ് ഫിനിഷിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഞങ്ങൾ ഇൻറ്റീരിയറിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഹാർഡ്വെയർസ്, അക്സസറീസ്. ഇതൊക്കെ നമുക്ക് ലോക്കലി സോഴ്സ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ലോങ് ഡ്യൂറബിൾ ആയിട്ട് ഹൈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് ചെയ്യുന്ന കുറേ ബ്രാൻഡുകൾ ഞങ്ങൾ സോഴ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹെട്ടിച്ച് പോലെയുള്ള ബ്ലൂം, ഹെട്ടിച്ച്, ഹാഫ്ലെ പോലെയുള്ള ബ്രാൻഡുകൾ ഞങ്ങൾ റെഗുലറായിട്ട് ഞങ്ങളുടെ പ്രൊജക്റ്റുകൾ ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഒരു 6 year ആയിട്ടുള്ള കമ്പനിയാണ് തോമർ ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുന്നത്. സോ തോമറിൻ്റെ ടീം സ്ട്രെങ്ത്, നമ്മുടെ ഒരു ഫാമിലി പോലെയാണ് നമ്മളുടെ സ്റ്റാഫ്സ് എന്നൊക്കെ അറിയാം. സോ തീർച്ചയായിട്ടും അവരുടെ എഫേർട്സും കൂടിയാണ് നമ്മളുടെ ഗ്രോത്തിന് പിന്നിൽ. സോ അവരെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ? ഞങ്ങൾ 1 തുടങ്ങി ഇപ്പോൾ ഏകദേശം 75 പേരോളം ആയി ഞങ്ങളുടെ ഈ ഡയറക്റ്റ് സ്റ്റാഫ് സ്ട്രെങ്ത്. ഇൻഡയറക്റ്റായിട്ടും ഏകദേശം അത്രയും തന്നെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ട്. അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രൊജക്റ്റുകളിൽ കസ്റ്റമേഴ്സിന് ഞങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട്, ആ സർവീസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ. സോ തീർച്ചയായിട്ടും നമ്മളുടെ കൂടെ ഒത്തിരി കാര്യങ്ങൾ തോമർ ഇൻറ്റീരിയേഴ്സിനെ പറ്റി സാർ ഷെയർ ചെയ്തു. തീർച്ചയായിട്ടും ഒത്തിരി ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. ലൈക്ക് ഇൻറ്റീരിയർ രംഗത്ത് ഒരുപാട് കമ്പനീസ് ഉണ്ടെങ്കിലും എന്തുകൊണ്ട് തോമർ ചൂസ് ചെയ്യണം എന്നുള്ളതിന് പ്രേക്ഷകർക്ക് ഒരു ആൻസർ കിട്ടിയിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. സോ തീർച്ചയായിട്ടും നമ്മളുടെ കൂടെ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന് ഒത്തിരി നന്ദി അറിയിക്കുന്നു. ഒപ്പം തോമർ ഇൻറ്റീരിയേഴ്സിൻ്റെ ബാക്കിയുള്ള പ്രോജക്ട്സിനും ഗ്രോത്തിനും ഒത്തിരി ആശംസകൾ അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും ഒരു വീട്ടിൽ ഇൻറ്റീരിയേഴ്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് ഈ ഒരു എപ്പിസോഡിലൂടെ മനസ്സിലായി കാണും അല്ലേ? സോ ഇന്നത്തെ ഈ ഒരു സെഗ്മെൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ദിസ് ഈസ് ദേവിക സൈനിങ് ഓഫ്. ബൈ.